നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു ഉല്ലാസയാത്ര അത് നിർബന്ധമാണ്, പറയാതിരിക്കാൻ തരമില്ല. അമ്മയ്ക്ക് പ്രാണവേദന, മക്കൾക്ക് വീണവായന എന്ന് പറയുന്നത് പോലെയാണ് മുഖ്യന്റെ കാര്യം. സംസ്ഥാനം തേച്ചു മുടിച്ചാലും മുഖ്യന് ഫ്ലൈറ്റ് കയറി രാജ്യങ്ങളൊന്ന് ചുറ്റിക്കണ്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഏതായാലും കാലാവധി തീരാൻ പോകുന്നത് കൊണ്ട് ഖജനാവ് കാലിയാക്കി ചങ്ങ് പോയേക്കാം എന്നുള്ള മട്ടാണ് പിണറായിക്കിപ്പോൾ. അതുകൊണ്ട് വിദേശ പര്യടനത്തിന് കുറവൊന്നുമില്ല. പക്ഷേ കേരളത്തിൽ പ്രശ്നങ്ങൾ കിടന്ന് പുകയുന്നത് കൊണ്ടാകാം പോയതിനേക്കാൾ വേഗത്തിൽ മുഖ്യമന്ത്രി കേരളത്തിൽ തിരിച്ചെത്തിയിരുന്നു. അപ്പോൾ തുടക്കം മുതലേ മുഖ്യമന്ത്രിയുടെ യാത്രയുടെ സ്പോൺസർ ആരെന്നുള്ള ചോദിച്ചുള്ള വിവാദങ്ങൾ ഉയർന്നിരുന്നു. അതിന് തുടക്കമിട്ടതോ EP ജയരാജനായിരുന്നു. ഏതായാലും ഖജനാവിലെ പണം കൊണ്ടല്ല യാത്ര പോയതെന്ന് പറയുന്നുണ്ടെങ്കിലും പകരം ആരാണ് സ്പോൺസർ എന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോഴിതാ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശയാത്ര നടത്തിയത് സ്വന്തം ചിലവിലെന്ന് സംസ്ഥാന നേതാക്കൾ. യാത്രയ്ക്കായി സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കിയിട്ടില്ലെന്നാണ് വിവരാവകാശ രേഖ. സർക്കാർ ഉദ്യോഗസ്ഥരോ സുരക്ഷാ ഉദ്യോഗസ്ഥരോ മുഖ്യമന്ത്രിയെ അനുഗമിച്ചില്ല. മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസിന്റെയും KB ഗണേഷ് കുമാറിന്റെയും വിദേശയാത്രയും സ്വന്തം ചിലവിലാണെന്ന് വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നു. 12 ദിവസങ്ങളിലായി ദുബായ്, സിംഗപ്പൂർ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലായിരുന്നു മുഖ്യമന്ത്രി യാത്ര ചെയ്തത്. മുഖ്യമന്ത്രിക്കൊപ്പം ഭാര്യയും കൊച്ചുമകനും ഉണ്ടായിരുന്നു. വിദേശയാത്ര കഴിഞ്ഞെത്തിയ മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്ത് നടക്കുമ്പോൾ മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തിയത് ചർച്ചാ വിഷയമായിരുന്നു. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര സ്പോൺസർഷിപ്പാണെന്ന് ആരോപിച്ച് കേന്ദ്രമന്ത്രി V മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. ഏതായാലും സംസ്ഥാനം അതീവ ഗുരുതര പ്രതിസന്ധി നേരിടുമ്പോൾ ആരെയും അറിയിക്കാതെയുള്ള മുഖ്യമന്ത്രിയുടെ ഈ നാട് ചുറ്റൽ ആർക്ക് നേട്ടമുണ്ടാക്കാനാണ് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. കേരളത്തിലെ തോട്ടമേഖല അടക്കം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് വികസനത്തിന്റെയും ഉയർച്ചയുടെയും ഗ്രാഫ് താഴേക്ക് വരുമ്പോൾ ആ പ്രതിസന്ധിയുടെ മുകളിൽ കയറിയിരുന്ന അധികാരത്തിന്റെ ഉന്മാദ ലഹരിയിൽ ആറാടുകയാണ് പിണറായി വിജയൻ. മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയിരിക്കുന്നതും അതിനുവേണ്ടിയാണ്. വിനോദസഞ്ചാരത്തിന് വിദേശത്തേക്ക് പോകാൻ മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ട്. പക്ഷേ ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളോട് പറഞ്ഞിട്ടാവണം യാത്ര. അതറിയാത്ത പക്ഷം മുഖ്യമന്ത്രി എന്തൊക്കെയോ മറച്ചുവെക്കാൻ ശ്രമം നടത്തുകയാണ്. ജനങ്ങളോട് യാതൊരുവിധ പ്രതിബദ്ധതയും ഇല്ലാത്ത മുഖ്യമന്ത്രിയുടെ കയ്യിൽ ധിക്കാരവും ധാർഷ്ട്യവും മാത്രമാണ് കൈമുതലായി ഉള്ളത്. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ തികച്ചും പരാജയമാണ് പിണറായി. നാട് മുടിയുമ്പോൾ കണ്ണടച്ചിരിക്കുന്നത് അത്ര നല്ലതല്ല. ഇത്തരത്തിലുള്ള ഭരണത്തിന്റെ മേന്മ കാരണമാണ് കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്നത്. അധികാരത്തിന്റെ മത്തു പിടിച്ചു നടക്കുമ്പോൾ ഇവിടെ ഒരു കൂട്ടം പട്ടിണി പാവങ്ങൾ ഒരു ദിവസം തള്ളി നീക്കാൻ പാടുപെടുകയാണ്. സംസ്ഥാനം കടബാധ്യതയുടെ വക്കിലാണ് നിൽക്കുന്നത്. ഇന്നും കയറിക്കിടക്കാൻ ഒരു കിടപ്പാടും പോലും ഇല്ലാത്ത നിരവധി പേർ ഈ കേരളത്തിലുണ്ട്. പെൻഷൻ കൊണ്ട് മാത്രം കഞ്ഞി കുടിച്ചിരുന്ന ഒരു കൂട്ടം മനുഷ്യർ ഈ കേരളത്തിലുണ്ട്. ഇതിനൊക്കെ നേരെ പിണറായി കണ്ണടയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ സമയത്ത് ഉല്ലാസയാത്രയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? ഇതിനൊക്കെ പിണറായി മറുപടി പറഞ്ഞേ മതിയാകൂ.